ടുഡേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ചാണ്. അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷനിൽ പ്രസൻ്റ് ആയിരിക്കുന്ന സൈറ്റ്സ് ഏതൊക്കെയാണ്, അഗ്രികൾച്ചർ ഏതാണ്, അഗ്രികൾച്ചർ സിസ്റ്റം എന്താണ്, അവരുടെ പ്ലാനഡ് അർബൻ സെൻറ്റേഴ്സ് ഏതൊക്കെയാണ്, അതിനെക്കുറിച്ചുള്ള ഒരു വിവരണങ്ങൾ, സോഷ്യൽ ഡിഫറൻസസ് അവിടെ ഉണ്ടായിട്ടുണ്ടോ, പിന്നെ അതോറിറ്റി ഉണ്ടോ, പിന്നെ എൻഡ് ഓഫ് ദ സിവിലൈസേഷൻസ്, പിന്നെ പ്രസൻറ്റ് സെനാരിയോ. ഇതാണ് പ്രസൻറ്റ് എക്സ്കാവേഷൻ, ആർക്കിയോളജിക്കൽ എവിഡൻസ്. ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഈ UPSCയിൽ ഒരു പ്രീലിമിനറി എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് അതിൻ്റെ സൈറ്റ്സ് ഏതൊക്കെയാണ്. അപ്പോൾ മെയിൻസ് എക്സാമിൽ ചോദിക്കാൻ KS എക്സാം ആണെങ്കിലും UPSC എക്സാമിലാണെങ്കിലും മെയിൻസ് എക്സാമിനേഷനെ കുറിച്ച് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഒരു കമ്പാരിസൺ രീതിയിലായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ പ്രസൻ്റ് ആയിട്ടുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസ് എന്താണെന്നുള്ളതൊക്കെ അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നത്. കൂടുതൽ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഒരു ലിങ്കേജ് ഉണ്ടായിരിക്കണം. ഹിസ്റ്ററി എന്ന് പറയുന്നത് നമ്മൾ പ്രസൻറ്റായ കാര്യങ്ങൾ, അത് പ്രസൻറ്റായ രീതി എങ്ങനെ വന്നു എന്നുള്ളതിനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. അപ്പോൾ ആ ഒരു ലിങ്കേജ് വെച്ചിട്ടായിരിക്കണം നമ്മൾ ഹിസ്റ്ററിയെ പഠിക്കുന്നതും അത് റൈറ്റ് ചെയ്ത് നോക്കുന്നതും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഹാരപ്പൻ സൈറ്റ്സ് ഒക്കെ ഏതാണെന്ന് നോക്കാം. ഇപ്പോൾ ഹാരപ്പൻ സൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഇത് UPSCയുടെ പ്രിലിമിനറി എക്സാമിനേഷന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ വിവിധ PSC ക്വസ്റ്റ്യൻസിലൊക്കെ ഈ ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യനാണ്. ഈ ഹാരപ്പൻ സിവിലൈസേഷനിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻസാണ് ഈ ഒരു ഹാരപ്പൻ സൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാരപ്പൻ സൈറ്റ്സ് എന്ന് പറയുമ്പോൾ അറേബ്യൻ സീന് ചുറ്റും കുറച്ച് സൈറ്റ്സുകളുണ്ട്, പിന്നെ റിവർ സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് സൈറ്റ്സ് എന്ന് നോക്കാം. സുക്കാജന്തർ എന്ന് പറയുന്ന ഒരു സൈറ്റ്, അംബ്രി, പിന്നെ ബാലക്കോട്ട്, ഹാരപ്പ, ചാൻഹുദാരോ, കോട്ദിജി, ഇത് കോട്ദിജി ഇവിടെ വരുന്നത്, മോഹൻജിദാരോ, പിന്നെ ദൊലൈവേര, ലോഥൽ, രാങ്പൂർ, നാഗേശ്വർ, പിന്നെ ഗാൻവരിവാല, വനവാലി, കാലിബംഗൻ, രാഖിഗർഹി, മിച്ചാദാൽ ഇവിടെ വരുന്നു. പിന്നെ മാൻഡ എന്ന് പറയുന്ന ഒരു സ്ഥലം ഇവിടെ വരുന്നുണ്ട്, മാൻഡ. കാലിബംഗൻ പറഞ്ഞു. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. മാഹി, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് റിവർ സിസ്റ്റം എന്ന് ആ കാലഘട്ടത്തിൽ ഇറിഗേഷൻസിനൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു റിവർ സിസ്റ്റം എന്ന് പറയുന്നത് ഇൻഡസ് റിവർ സിസ്റ്റമാണ് മെയിനായിട്ട്. അപ്പോൾ ഇൻഡസിലാണ് ജൈലും, ചെനാബ്, രവി, പിന്നെ ഉള്ളത് സത്ലജ് റിവർ, പിന്നെ ചമ്പാൽ, ഗംഗ, യമുന യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ സബർമതി, നർമ്മദ, ഇതൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ള ഒരു റിവേഴ്സ്. പിന്നെ പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ അറേബ്യൻ സീനോട് ക്രോസ് ചെയ്തിട്ടുള്ള സൈറ്റ്സ് എന്ന് പറയുമ്പോൾ അംബ്രി ആൻഡ് ബാലക്കോട്ട്, ദൊലൈവേര, അംബ്രി ബാലക്കോട്ട്, സുച്ചന്ത് ആൻഡ് പിന്നെ ഇത് ലോഥലാണ്, പിന്നെ റാങ്പൂറുണ്ട്. അപ്പോൾ ലോഥൽ, നാഗേശ്വർ, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സ് അറൗണ്ട് ദ അറേബ്യൻ സീ. ഇപ്പോൾ പർട്ടിക്കുലറായിട്ട് ഈ ഒരു സൈറ്റ്സ് ചോദിക്കുകയാണെങ്കിൽ ഇതും എഴുതാൻ കഴിയണം. ഏകദേശം ഇതാണ് അതിൻ്റെ വേറൊരു മാപ്പ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞ സൈറ്റ്സ് എന്ന് പറയുന്നത് മെച്ചൂർ ഹാരപ്പൻ സൈറ്റ്സ് ആണ്. ഇത് ഏർലി ഹാരപ്പൻ സൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ഏർലി ഇൻഡസ് ഹാരപ്പൻ സൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതിൽ രണ്ടിലും ബോത്തായിട്ട് വരുന്ന ഒരു പ്ലേസ് എന്ന് പറയുമ്പോൾ അംബ്രി ആൻഡ് കോട്ദിജിയാണ്. അപ്പോൾ ഈ കോട്ദിജി, അംബ്രി ആണ് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഒരു സൈറ്റ്സ് ഉണ്ടായിട്ടുള്ളത്.
അപ്പോൾ ഈ ഒരു സൈറ്റ്സിൽ വരുന്ന ഓരോ ഫീച്ചേഴ്സൊക്കെ സെയിം ആയിട്ടാണ് ഇന്ന് കാണുന്നത്. പിന്നെ ഉള്ള ഒരു സൈറ്റ്സ് എന്ന് പറയുന്നത് ടാമ്പ്, സാദാട്ട് ആൻഡ് സിസ്വാൽ എന്ന് പറയുന്ന സൈറ്റ്സാണ്. ഇതിപ്പോൾ ഏർലി ഹാരപ്പൻ സൈറ്റ്സാണ്. ഓൾറെഡി പറഞ്ഞ സൈറ്റ്സ് മെച്യൂർ ഹാരപ്പൻ സൈറ്റ്സാണ്. ഇനി ഇവരുടെ അഗ്രികൾച്ചർ രീതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ ഇവരുടെ അഗ്രികൾച്ചർ ടെക്നോളജി അല്ലെങ്കിൽ അഗ്രികൾച്ചർ രീതി എന്ന് പറയുമ്പോൾ ഓൾറെഡി മില്ലറ്റ്സ് ഗുജറാത്ത് സൈറ്റ്സിൽ കണ്ടിട്ടുണ്ട്. മില്ലറ്റ്സാണ് ഗുജറാത്ത് സൈറ്റ്സിൽ കാണുന്നത്. പക്ഷേ റൈസ് ഒന്നും അത്ര ഫെമിലിയറായിട്ട് ഇവിടെ കണ്ടിട്ടില്ല. വീറ്റ്, ബാർലി, പിന്നെ ലെൻറ്റിൽ, ചിക്പി, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിളകളായിട്ട് ഈ ഒരു ഏരിയയിൽ കാണുന്നത്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് വെച്ചെങ്കിൽ കാറ്റിൽ ലൈക്ക് ബഫല്ലോ, ഷീപ്പ്, ഗോട്ട്, പിഗൊക്കെ ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബോൺസ് ഓഫ് ദ ഫിഷ് ആൻഡ് ഫൗൾസൊക്കെ ഇവിടെയും കാണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഉള്ളൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് വെച്ചാൽ ഈ റീജിയൻ എന്ന് പറയുമ്പോൾ സെമി ആരിഡ് റീജിയനാണ്. അപ്പോൾ ഇറിഗേഷൻ അവർ യൂസ് ചെയ്തിട്ട് കാണുന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇറിഗേഷൻ യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പിന്നെ അവരുടെ അഗ്രികൾച്ചറൽ ടെക്നോളജി എന്ന് നോക്കിയാൽ ഇപ്പോൾ നമ്മൾ ട്രാക്ടറൊക്കെ യൂസ് ചെയ്യുന്നില്ല, അതേപോലെ തന്നെ അവർ എന്തൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. ഒരു എവിഡൻസ് എന്ന് പറയുമ്പോൾ ടെറക്കോട്ട സ്കൾപ്ചർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടെറക്കോട്ട സ്കൾപ്ചർ വെച്ച് നോക്കുമ്പോൾ ഒരു ആ ടെറക്കോട്ട സ്കൾപ്ചർ എന്നൊരു ബുൾ രീതിയിലുള്ള ഒരു സ്കൾപ്ചറായിരുന്നു, ബുൾ മോഡലായിരുന്നു. അപ്പോൾ അവർ ആ ബ്ലോഗിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു എവിഡൻസ് വന്നത് ചോലിസ്ഥാൻ ആൻഡ് ബനവാലി ഹരിയാനയുള്ള സ്ഥലമാണ്. അപ്പോൾ ചോലിസ്ഥാൻ അഫ്ഗാനിസ്ഥാനാണ്. അപ്പോൾ ചോലിസ്ഥാൻ ആൻഡ് ബനവാലി ഹരിയാന റീജിയൻ ഇവിടെയാണ് ഇങ്ങനെയുള്ള ഒരു എവിഡൻസ്, ആർക്കിടെക്ചർ ടെക്നോളജി എവിഡൻസ് ഫൈൻഡ് ഔട്ട് ചെയ്തത്. മാത്രമല്ല ഇവിടുത്തെ രീതി എന്ന് പറയുന്നത് സെമി അരിഡ് റീജിയനാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു സെമി അരിഡ് റീജിയൻ ആയതുകൊണ്ട് അവർ ഇറിഗേഷൻ യൂസ് ചെയ്ത് കാണും. അപ്പോൾ ഇറിഗേഷൻ യൂസ് ചെയ്യുമ്പോൾ ഇത് എവിടെ നിന്നാണ് എവിഡൻസ്? അപ്പോൾ കനാലൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഷോർട്ടുക ഇൻ അഫ്ഗാനിസ്ഥാനിൽ ഒരു കനാൽ സിസ്റ്റം കണ്ടിട്ടുണ്ട്. പക്ഷേ സിന്ധിലും പഞ്ചാബ് റീജിയനിലൊന്നും ഈ ഒരു കനാൽ സിസ്റ്റം ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടില്ല. വെൽസൊക്കെ നന്നായി യൂസ് ചെയ്തിട്ടുണ്ട്. വെൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വാട്ടർ റിസർവോയേഴ്സ് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് വാട്ടർ സ്റ്റോറേജിന് വേണ്ടിയിട്ടായിരിക്കാം. ഈ വാട്ടർ റിസർവോയർ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് ദൊലേവേര എന്നുള്ള പ്ലേസിലാണ്. അപ്പോൾ ദൊലേവേര എന്നുള്ള പ്ലേസിലാണ് അതിൻ്റെ ഫൈൻഡ് ഔട്ട്, വാട്ടർ റിസർവോയറിൻ്റെ ഫൈൻഡ് ഔട്ട് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ചോലിസ്ഥാൻ, ലോഥൽ, പിന്നെ ചാൻഹുദാർ ഇവിടെയൊക്കെ ലാർജ് അർബൻ സെൻറ്റേഴ്സാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ദൊലേവേര ഇവിടെയൊക്കെ സ്പെഷ്യൽ ഡ്രിൽസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നാഗേശ്വര ആൻഡ് ആ റീജിയനിലൊക്കെ അതൊക്കെ നാഗേശ്വർ ആൻഡ് ബാലക്കോട്ട് ഇതൊക്കെ കോസ്റ്റൽ റീജിയനാണ്. കോസ്റ്റൽ സെൻറ്റേഴ്സ് അവിടെ ഉണ്ട്. ഇവിടെ തന്നെ ഈ ഒരു പ്രത്യേകത കാരണമായിരിക്കും അവിടെ കൂടുതലും ഷെൽസ് കാണപ്പെട്ടിട്ടുണ്ട്. പിന്നെയുള്ള റീജിയനിൽ എന്തൊക്കെ സ്പെഷ്യലൈസാണ് കണ്ടുപിട്ട് നോക്കാം. ഇപ്പം റിവറൈൻ റൂട്ടാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ, റിവറൈൻ റൂട്ടാണ്. പിന്നെ കോസ്റ്റൽ റൂട്ട്സ് ഇവർ യൂസ് ചെയ്തിട്ടുണ്ട്. റിവറൈൻ റൂട്ട് എന്ന് പറയുമ്പോൾ ഇൻഡസ് റിവേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷോർട്ടുകായ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഷോർട്ടുകായ് അത് അഫ്ഗാനിസ്ഥാൻ്റെ ഒരു പ്ലേസായി വരുന്ന സ്ഥലമാണ് ഷോർട്ടുകായ്. അപ്പോൾ ഈ ഒരു സൈറ്റ്സിൽ ഇത് കാപ്പിസ് ലാസുലി ബ്ലൂ സ്റ്റോണിൻ്റെ ഒരു സ്പെഷ്യൽ സൈറ്റാണ് ഈ ചോട്ടുകായ് എന്ന് പറയുന്ന സൈറ്റ്. പിന്നെ
മെറ്റൽസ് ഏറ്റവും കൂടുതൽ കണ്ടുള്ള രാജസ്ഥാനാണ്. മെറ്റൽസ് കണ്ടുപിടിച്ചുള്ളത് കൂടുതലായിട്ടുള്ളത് രാജസ്ഥാനാണ്. പിന്നെ കോപ്പറും രാജസ്ഥാനിൽ തന്നെയാണ്. സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടുപിടിച്ചത് ഗോൾഡാണ്. പിന്നെ കോപ്പർ മെസപ്പൊട്ടോമിയൻ റീജിയനിൽ വന്നിട്ടുള്ളതാണെന്നും ആർക്കിയോളജിക്കൽ എവിഡൻസ് പറയുന്നുണ്ട്. മാഗനും അതേപോലെ തന്നെ മാഗൻ എന്നുള്ള സൈറ്റിൽ നിന്നും കോപ്പർ വന്നിട്ടുണ്ടെന്നുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസ് പറയുന്നുണ്ട്. പിന്നെ ഇനി അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഒരു അർബൻ പ്ലാനിങ് എന്ന് പറയുന്നത് പ്ലാനഡ് അർബൻ സിസ്റ്റം ആയിരുന്നു. ഒരു പ്ലാനഡ് അർബൻ സിസ്റ്റമായിരുന്നു ഇവരുടെണ്ടായി. സെൻറ്റേഴ്സാണ് ഇവിടെ ഉണ്ടായത്. അതിന് ഒന്നാമത്തെ ഉദാഹരണമാണ് മോഹൻജൊദാരോ വെൽ ഡെവലപ്ഡ് അർബൻ സെൻറ്ററാണ്. ഈ വെൽ ഡെവലപ്ഡ് അർബൻ സെൻറ്റർ എന്നുള്ളതാണ് ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ഈ അർബൻ പ്ലാനിങ് എന്ന് പറയുന്നത്. പിന്നെ മോഹൻജൊദാരോയാണ് ഫസ്റ്റ് ഡിസ്കവർ ചെയ്ത അർബൻ സെൻറ്റർ എന്ന് പറയുന്നത്. പിന്നെ ഇവരുടെ സെറ്റിൽമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് തരത്തിലൊരു സെറ്റിൽമെൻറ്റ് കാണുന്നുണ്ട്. ഒന്ന് സ്മോളർ ബട്ട് ഹയർ ആയിരിക്കും. രണ്ടാമതെന്ന് പറയുന്നത് സ്മോളർ ബട്ട് ഹയർ ആയിരിക്കും. രണ്ടാമതെന്ന് പറയുന്നത് ലാർജർ ബട്ട് ലോവർ ആയിരിക്കും. അങ്ങനെ രണ്ട് സെറ്റിൽമെൻ്റ് ഉണ്ട്. ഇനി നമുക്ക് സൈറ്റൈഡൽ നോക്കാം. സൈറ്റൈഡൽ എന്ന് പറയുമ്പോൾ കോട്ട സിസ്റ്റം. അപ്പം ഇവരുടെ ഒരു ബിൽഡിംഗ് രീതി എന്ന് പറയുമ്പോൾ ഹയസ്റ്റ് ആയിരിക്കും, നല്ല ഹയസ്റ്റ് പിന്നെ നല്ല ഹൈ ബിൽഡിങ്സ് ആയിരുന്നു കൺസ്ട്രക്ട് ചെയ്തിരുന്നത്. മഡ് ബ്രിക്സ് കൊണ്ടാണ് ഇവരുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. മാത്രമല്ല ഒരു ഫിസിക്കലി സെപ്പറേറ്റ് ചെയ്ത ഒരു വാൾസ് ഉണ്ട്. അത് ഏതിനോടുമായി സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് വെച്ചാൽ ലോവർ ടൗണിനോട് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫിസിക്കൽ വാൾസ് ഇവരെ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ സെപ്പറേറ്റ് ചെയ്യുന്നത് ആ ഒരു വാളാണ്. പിന്നെ ഈ ഏരിയ എന്ന് പറയുന്നത്, ഈ ഒരു സൈറ്റൈഡൽ ഏരിയ എന്ന് പറയുന്നത് സം ആക്ടിവിറ്റി റെസ്ട്രിക്റ്റഡ് ചെയ്ത ഏരിയ ആണ്. അപ്പോൾ ചില ആക്ടിവിറ്റിക്ക് മാത്രം റെസ്ട്രിക്റ്റ് ചെയ്ത ഏരിയ ആണ് ഇത്. പിന്നെ മാത്രമല്ല ആദ്യം പ്ലാൻ ഉണ്ടാക്കിയിട്ട് അത് പിന്നീട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയായിരുന്നു ഇവരുടെ രീതി. അപ്പോൾ ഇവരുടെ കൺസ്ട്രക്ഷനൊക്കെ അങ്ങനത്തെ ഉള്ള ഒരു കൺസ്ട്രക്ഷനായിരുന്നു. ഇനി അടുത്ത് നോക്കിയാൽ ഡൊമസ്റ്റിക് ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് മോഹൻജൊദാരോ ലോവർ ടൗൺ നമുക്കൊരു എക്സാമ്പിളായി എടുക്കാം. ഒരു സെൻറ്റേർഡ് കോർട്ട്യാർഡ് ഇവർക്ക് ഉണ്ടാകും. പിന്നെ റൂംസൊക്കെ അതിന് ചുറ്റും റൂംസ് ഉണ്ടാവും. ഓരോ വീടിനും ഓരോ എന്തുണ്ട്, ബാത്റൂം ചെയ്തിട്ടുണ്ട്. ഈ കോർട്ട്യാർഡ് അവർ യൂസ് ചെയ്തിരുന്നത് വീവിങ്സിനും കുക്കിങ്സിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ മെയിൻ എൻട്രൻസ്, ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മെയിൻ എൻട്രൻസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കോർട്ട്യാർഡ് കാണുന്ന രീതിയിലായിരിക്കില്ല അവരുടെ മെയിൻ എൻട്രൻസ്.